15 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഫർമേഷൻ ടെക്നോളജി വളരെ അട്രാക്റ്റീവായിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മലപ്പുറത്തെ അക്ഷയൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ പ്രൈവറ്റും ഏറ്റവും IT അതിൻ്റെ വളർച്ചാ ഘട്ടത്തിലുണ്ടായിരുന്ന സമയത്ത് ഞാനൊരു IT പ്രൊഫഷണലായിരുന്നു. കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു, കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. പ്രൊഫഷൻ മതിയാക്കുകയും നാട്ടിലേക്ക് വരാനും ഉണ്ടായ തീരുമാനം തീർച്ചും യാദൃശ്ചികമായിരുന്നു. കാരണം ഇരിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല കശുവണ്ടിയുടെ നാടാണ്. ആ നാട്ടിൽ നിന്നാണ് ഞാൻ ശരിക്കും വളർന്നതും ഞാൻ ജീവിക്കുന്നതും ഇപ്പോഴുള്ളതും. ഇരിട്ടിയിലെ കശുവണ്ടി അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ കർഷക കുടുംബമാണ്. ലോകത്തിലെ ഏത് പ്രീമിയം സ്ഥലത്ത് പോയാലും ഏത് പ്രീമിയം തരത്തിലുള്ള ജീവിത സാഹചര്യത്തിലും കശുവണ്ടി പരിപ്പ് പ്രീമിയമാണ്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ്റെ കാര്യം പരമദരിദ്രമായ അവസ്ഥയാണ്. അവിടെ എന്തെങ്കിലും ചെയ്യാനാകണം എന്നുള്ള ഒരു താല്പര്യത്തിന് വരെയാണ് പാഷൻ കൃഷി ആയതുകൊണ്ടും അച്ഛനും അമ്മയൊക്കെ കൃഷിക്കാരായതുകൊണ്ടും കൃഷിയിലേക്ക് തിരിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഈ കശുമാവൻ തോട്ടത്തിലേക്ക് വന്നു. എൻ്റെ മേഖലയിൽ നിന്ന് സ്വായത്തമാക്കിയ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കർഷക എന്നുള്ളതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതിൽ നിന്ന് ഞാൻ കശുവണ്ടി ഉണ്ടാക്കി കടയിൽ കൊണ്ടുപോയി വിൽക്കുന്ന കർഷകൻ എന്നതിൻ്റെ അപ്പുറം കശുവണ്ടിയെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി വെക്കുക എന്നുള്ള നിലയിലേക്ക് തികച്ചും വളരെയധികം ആറാണ്ടി ചെയ്ത് ഗവേഷണം ചെയ്ത് എത്തിച്ചേരുകയാണ്. കശുവണ്ടി മാർക്കറ്റിൽ കൊടുക്കുന്നതിന് പകരം അതിനെ മുളപ്പിക്കുകയും പിഞ്ചണ്ടിയെ പിളർന്നും കശുവണ്ടിയെ മൂല്യവർദ്ധിത നടത്താനുള്ള യൂണിറ്റാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഫാക്ടറിയിൽ വെച്ച് ഞാൻ കശുവണ്ടി പരിപ്പിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒരു യൂണിറ്റ് ലോൺ എടുത്ത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ ഫാക്ടറി. കശുവണ്ടി എപ്പോഴും സന്തോഷം തന്നെയാണ്. പായസത്തിലൊരു കശുവണ്ടി കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ബിരിയാണിയിൽ കിട്ടിയാലും സന്തോഷമാണ്. ആ കശുവണ്ടി നമ്മൾ പുതിയ ലോകക്രമത്തിൽ പച്ചക്കറിക്കനുസരിച്ച് വീഗൻ ഫുഡുകൾക്കൊക്കെ സഹായിക്കുന്ന തരത്തിൽ ഉപ്പിലിട്ടതും വിവിധതരം പിക്കിളുകളും അതിൻ്റെ സൂപ്പ് എന്ന് വേണ്ട നമ്മൾ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത കശുവണ്ടി മേഖലയിലെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളാക്കി ഞാൻ ഇതിനെ വളരെ ചെറിയ വാല്യുവേഷൻ ഏതൊരു കർഷകനും തുടങ്ങാനാവുന്ന ഒരു വാല്യൂ അഡീഷനാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ സംരംഭത്തിൻ്റെ പ്രത്യേകത. തൊഴിൽ മേഖലയിൽ നിന്നും സേവന മേഖലയിലേക്കും അല്ലെങ്കിൽ തൊഴിൽ ദാന മേഖലയിലേക്കും മാറുമ്പോൾ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭത്വം തരുന്നത് സന്തോഷമാണ്. ഒറ്റവാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ സംരംഭങ്ങൾ സന്തോഷം തരുന്നു എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.